രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ വിതരണം നടന്നു. പഴയപെടുത്തി മിൽമയിൽ നടന്ന കാലിത്തീറ്റ വിതരണം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ബ്ലോക്ക് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന കാലിത്തീറ്റയുടെയും ഗ്രാമപഞ്ചായത്ത് രണ്ടാം ഘട്ടമായി നൽകുന്ന കാലിത്തീറ്റയുടെയും വിതരണം പഴയപെടുത്തി ആപ്കോസിൽ വെച്ച് നടത്തി. പഞ്ചായത്തിലെ 197 ക്ഷീരകർഷകർക്കാണ് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 19 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 6.5 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പഴയപെടുത്തി ആപ്കോസ് പ്രസിഡന്റ് പ്രിൻസ് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഉൽപാദന മേഖലയിൽ 3 പദ്ധതികളാണ് പ്രധാനമായും എടുത്തിട്ടുള്ളത്. ഒന്ന്, ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിയോട് കൂടി കൊടുക്കുക. 2, SHGകൾക്ക് സബ്സിഡി. അതായത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തിലെയും നെടുങ്കണ്ടം ബ്ലോക്കിൽ രജിസ്റ്റർ ചെയ്ത SHGകൾക്ക് കാർഷിക മേഖലയായി ബന്ധപ്പെട്ട് സബ്സിഡി കൊടുക്കുന്നൊരു സ്കീമും കൂടി ഈ തവണ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായ മേഖലയായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സബ്സിഡി. ഈ 3 പദ്ധതികളാണ് പ്രധാനമായും ഉൽപാദന മേഖലയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം നടപ്പാക്കുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പഴയപെടുത്തി ആപ്കോസ് സെക്രട്ടറി അനൂപ് S നായർ സ്വാഗതവും ബോർഡ് മെമ്പർ സാജു പഴപ്ലാക്കൽ നന്ദിയും അർപ്പിച്ചു. ജോയി തമ്പുഴ, NRCT ആപ്കോസ് പ്രസിഡന്റ് KR സജിമോൻ, സെക്രട്ടറി PB ആതിര, മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരായ അഭിലാഷ് വിജയൻ, PP സലീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.